അങ്ങനെ ഞാൻ ആ പെൺകുട്ടിയുടെ വീടിന്റെ വാതിലിൽ വണ്ടി നിർത്തി അവരുടെ വീട്ടിലേക്ക് നടന്നു. രാത്രി വന്നതുകൊണ്ട് വീട് നല്ലതുപോലെ കാണാൻ പറ്റിയില്ല. എങ്കിലും ഇത് തന്നെ ആയിരിക്കും വീടെന്ന് മനസ്സിലുറപ്പിച്ച് അങ്ങോട്ട് നടന്നു. ഞാൻ അവരുടെ വീടിന്റെ വാതിലിലെത്തിയിട്ടും ആരെയും കണ്ടില്ല. അവിടെ കുറച്ചു നേരം നിന്നിട്ട് കോളിംഗ് ബെല്ലൊന്ന് അടിച്ചു. അപ്പോഴും ആരും ഇറങ്ങി വന്നില്ല. കുറച്ചു നേരം നോക്കി നിന്നപ്പോൾ ഞാൻ ഇന്നലെ കൊടുത്ത ഹെൽമെറ്റ് ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് കയ്യിലെടുത്തു. ഹെൽമെറ്റ് പോ 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 ഇവിടെ നിൽക്കണ്ട അധിക നേരം. പോ പോ. ഞാൻ ഹെൽമെറ്റും എടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോൾ എൻ്റെ പുറകിലൊരമ്മ. ആരാണെന്നറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലപോലെ പേടിച്ചു. ആ അമ്മ എന്നെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞുകൊണ്ട് വീടിനകത്തോട്ട് കയറിപ്പോയി. ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ വീട്ടിലൊക്കെ വരാറുള്ള ഒരു സാധു മനുഷ്യനുണ്ടല്ലോ, ജവാദ്. അദ്ദേഹത്തിന് ഞാൻ ആ വീടിന്റെ വാതിക്ക് വെച്ച് കണ്ടു. എന്തുണ്ട് എവിടെയാ? ജവാദിക്കാ, എന്താ പതിവില്ല ഈ സ്ഥലത്ത്? ഇന്നലെ രാത്രി ഇവിടുത്തെ കുട്ടിയെ കൊണ്ട് വിട്ടായിരുന്നു. അപ്പോൾ ഹെൽമെറ്റ് കൊടുത്തു, പക്ഷെ അത് തിരിച്ചു വാങ്ങിക്കാൻ മറന്നു. അപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടി വന്നതാ. കുട്ടിയോ? അവിടെ താമസക്കാരും അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന വീടാണല്ലോ. ഇന്നലെ രാത്രി ഞാനല്ലേ ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് വിട്ടത്. പെൺകുട്ടിയോ? ഈ വീട്ടിലെ കുട്ടി മറിച്ചിട്ട് 6 മാസത്തോളമായി. ഞാൻ ആ കുട്ടിക്ക് സാധനം ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഹെൽമെറ്റ് എടുത്തോണ്ട് ഇറങ്ങിയപ്പോൾ ഒരു അമ്മ അവിടെ ഉണ്ടായിരുന്നല്ലോ. താൻ എന്തോടോ ഈ പറയുന്നത്? കുട്ടി മരിച്ച് 1 മാസം കഴിഞ്ഞിട്ട് അമ്മൂമ്മ തള്ളയും മരിച്ച്. ആ വീട് ഇപ്പോൾ അടച്ചു പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഞാനവിടെ ഹെൽമെറ്റ് കൊച്ചും അമ്മൂമ്മ തള്ളയും മരിച്ചതിന് ശേഷം കൊച്ചിൻ്റെ തന്തയും തള്ളയും വീടെല്ലാം പൂട്ടിക്കെട്ടിയിട്ട് അവർ ദുബായിൽ സെറ്റിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ കാര്യസ്ഥനായ കുറുപ്പേട്ടനുണ്ട്. അയാളടുത്ത് ചോദിച്ചാൽ എല്ലാ കാര്യവും അറിയാൻ പറ്റും. നിങ്ങൾക്ക് കുറുപ്പേട്ടൻ്റെ വീട് എവിടെയാണെന്ന് അറിയണമെങ്കിൽ വഴി ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ആ വീടിനെ കുറിച്ചും ആ പെൺകുട്ടിയെ കുറിച്ചുമുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആ കുറുപ്പേട്ടൻ്റെ വീടും സ്ഥലവും ജവാദിക്കായോട് ചോദിച്ച് മനസ്സിലാക്കി.